അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വ്ളോഗുമായിട്ടാണ്. ഞങ്ങളുടെ ഒരു സമൂഹ നോമ്പുതുറയുടെ വ്ളോഗാണ്. എല്ലാവരുടെയും നോമ്പും നന്നായി തന്നെ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും പെരുന്നാളായി തുടങ്ങി. പെരുന്നാളിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ വേറൊരു വ്ളോഗിൽ വരാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഷിബി ഓഡിറ്റോറിയത്തിലാണ് ഈ നോമ്പുതുറ. 500ഓളം പേർക്കുള്ള നോമ്പുതുറയാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ കൂടെ തന്നെ റിലീജിയസ് ക്ലാസ്സും ഉണ്ട്. അതുപോലെ തന്നെ SLC +2 അതുപോലെ തന്നെ മദ്രസിലെ 5-7 ക്ലാസ്സുകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ഇവിടെ നടക്കുന്നുണ്ട്. ആദ്യം റിലീജിയസ് ക്ലാസ് ആണ്. ഇതിലെ പ്രസക്തമായ ചില ഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് പോകാം. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آله. ഒരുപാട് കാലം നമുക്ക് ജീവിക്കാനുള്ളതും സമാധാനവും സന്തോഷവും നമുക്ക് ലഭ്യമായി തീരുന്നതുമായ ഒരു ലോകം സഹോദരങ്ങളെ പരലോകമാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? ആ പരലോകം വിജയകരമായി നേടിയെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ റമദാൻ എത്തിയിട്ട് ഇസ്തിഗ്ഫാറിനെ തേടി അല്ലാഹുവിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ, പാപമോചനം പ്രാപിക്കാൻ സാധിക്കാത്ത മനുഷ്യന് നാശമുണ്ടാകട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത് എന്താണ് ഈ പറയുന്നത് എന്ന് അന്തം വിട്ടു നോക്കുന്ന പ്രവാചകനോട് ആമീൻ പറയും പ്രവാചകരെ എന്ന് പറയാൻ മാത്രം ഗൗരവപ്പെട്ടതാണ് ആ കാര്യമെങ്കിൽ നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മൾ വിശുദ്ധരായിട്ടുണ്ടോ? റബ്ബിനോട് കേണപേക്ഷിച്ചിട്ടുണ്ടോ? നാഥ, കഴിഞ്ഞ വർഷങ്ങളിൽ ഞാൻ ചെയ്തു പോയിട്ടുള്ള റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, റബ്ബേ നീ ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങളോട് പാപമോചനം നൽകുകയും ചെയ്തിട്ടില്ലെങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ ഏറ്റവും നഷ്ടക്കാരിൽ പെട്ടുപോകും നാഥ എന്ന് റബ്ബിനോട് കരഞ്ഞു കേണപേക്ഷിക്കുന്നവരായി മാറി വിശുദ്ധരാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ? നമ്മൾ ആലോചിക്കേണ്ടതല്ലേ? അപ്പൊ അതുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു കേണപേക്ഷിക്കാനുള്ള വിശുദ്ധ റമദാനെത്തി പവിത്രമായ മനസ്സോടുകൂടി റബ്ബിനെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുന്നയാളായിരിക്കും ഞാൻ എന്ന ഒരു ഉറപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ, ഇന്ന് ഞാൻ മരിക്കുന്നുവെങ്കിൽ പോലും ആ പവിത്രതയെ എനിക്ക് നേടാൻ ഈ ഒരൊറ്റ നിമിഷം കൊണ്ട് സാധിക്കും. നാഥ, എനിക്ക് വന്നു പോയിട്ടുള്ള പാപപ്പിഴവുകൾ നീ എനിക്ക് പുറത്തു തരണമേ എന്നുള്ള മനസ്താപത്തോടുകൂടി ഈ സദസ്സിൽ ഇരുന്നാൽ മതി. നമ്മൾ അതിന് മുതിരണം, താല്പര്യപൂർവ്വം ഇവിടെ ഇരിക്കണം. റിലീജിയസ് ക്ലാസ് നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. നോമ്പ് കഴിയാനായി. ഈ നോമ്പ് കൊണ്ട് നമ്മൾ എന്ത് നേടി? അത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. ഏകദേശം 6 മണിയൊക്കെ ആയി. നോമ്പ് തുറക്കാൻ ഏകദേശം 3/4 മണിക്കൂറേ ഉള്ളൂ. ഇനി അടുത്ത പ്രോഗ്രാം സമ്മാനദാനാണ്. +2-ന് 99% മാർക്കോടുകൂടി A+ നേടിയ നിഷിയ അവാർഡ് സ്വീകരിക്കുന്നതിന് നിഷിയയും നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് മജീദിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സലീമുൽ ഹക്ക് നമ്മുടെ സമദ് സാറുടെ മോൻ കൂടിയാണ്. മഹല്ലവാസിയും കാരാവർഷി താമസിക്കുന്ന സക്കീറിന്റെ മോനാണ്. റിഷ എസ് ഹുസൈനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. LSS സ്കോളർഷിപ്പ് ലഭിച്ച നസൽ മുഹമ്മദ് TK കൂടെ ബാബു സാഹിബ് അവാർഡ് കൊടുക്കുന്നു. TK നിഷാദ് മാസ്റ്ററുടെ മോനാണ്. KNM മദ്രസ പബ്ലിക് എക്സാമിന് 7ാം ക്ലാസ് അടുത്ത അവാർഡുകൾ നൽകുന്ന 2 വിദ്യാർത്ഥികൾക്കാണ് മാസ്റ്റർ അവാർഡ് കൊടുക്കുന്നത്. ഹിബ അന്ന N നമ്മുടെ മൊയ്തീൻ മാസ്റ്ററുടെ മോളാണ്. അടുത്ത കുട്ടി ഫിദ K MA.
നമ്മുടെ ഷാഫിക്കയുടെ പേരക്കുട്ടി റഷീദിന്റെ മോളാണ് നജുവ എം.എ. വ്ലോഗ് അധികം ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അധികം ഒന്നും ഇതിൽ കാണിക്കുന്നില്ല. നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 500ഓളം പേർക്കുള്ള നോമ്പ് തുറയാണ്. അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ റിലീജിയസ് ക്ലാസ് ആണ് ഈ നോമ്പ് തുറയുടെ ഹൈലൈറ്റ്. അതുകൂടാതെ എൻ്റെ നാട്ടിൽ ഒരുപാട് പേരെ കാണാൻ പറ്റി. സാധാരണ ഒരു മാരേജ് ഫംഗ്ഷൻ എല്ലാം പോകുമ്പോഴാണ് നമ്മളിങ്ങനെ കാണാൻ കഴിയുള്ളൂ. അതും എല്ലാവരെയും കാണാനൊന്നും കഴിയില്ല. അതും റിലേറ്റീവ്സിനെ കാണാൻ കഴിയുള്ളൂ. എന്നാൽ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നോമ്പ് തുറയിൽ പങ്കെടുത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് പേരെ കാണാൻ പറ്റി. ഇനി ഇഫ്താർ ടൈമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോമ്പ് തുറയാണ്. ഒരു ഡ്രിങ്ക് ഉണ്ട്, ഇതിന്റെ കൂടെ 1-2 ഫ്രൈയും കുറച്ച് ഫ്രൂട്ട്സും, കൂടാതെ നോമ്പ് തുറക്കാൻ ഈന്തപ്പഴവും. ഇഫ്താറിന് ശേഷം നമസ്കാരത്തിന് ശേഷമാണ് ഡിന്നർ. നല്ല കിടിലനായിട്ടുള്ള ഒരു ബീഫ് ബിരിയാണിയാണ്. മലബാർ ടച്ചിലുള്ള ഒരു ബീഫ് ബിരിയാണിയാണ്. കല്യാണത്തിനെല്ലാം കിട്ടുന്ന ബീഫ് ബിരിയാണി പോലെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു. നോമ്പ് തുറയും റിലീജിയസ് ക്ലാസ്സും സമ്മാനദാനം എല്ലാമായിട്ട് ഇന്നത്തെ ഈവനിങ് നല്ലൊരു ദിവസമായിരുന്നു. നോമ്പ് കഴിയാറായി. ഇനി പെരുന്നാളാണ്. പെരുന്നാളിനുള്ള ഒരുക്കങ്ങളിലായിരിക്കും എല്ലാവരും. ഫ്രണ്ട്സ്, എന്തായാലും ഞാൻ ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നല്ല അടിപൊളി വ്ലോഗ്സും റെസിപ്പികളും എല്ലാമായി നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.